എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഡേവിഡ്. ഇവിടെ നമ്മുടെ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഒക്ടോബർ 29 വേൾഡ് സോറിയാസിസ് ദിനം. സോറിയാസിസിനെ കുറിച്ച് സംശയങ്ങളുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഈ വേൾഡ് സോറിയാസിസ് ഡേയിൽ അവതരിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് എന്താണ് സോറിയാസിസ്, എന്തുകൊണ്ടത് ഒരാൾക്കത് എങ്ങനെ വരുന്നു, സോറിയാസിസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സോറിയാസിസ് ഉള്ള പേഷ്യൻ്റ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സോറിയാസിസ് എന്ന് പറയുന്നത് അതൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. അതൊരു ഓട്ടോഇമ്മ്യൂണായിട്ട് ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ഇംബാലൻസ് കൊണ്ട് ഒരാളിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് വരുന്ന ഒരു രോഗമാണ് സോറിയാസിസ്. അപ്പം അങ്ങനെ ഇമ്മ്യൂണിറ്റിയിൽ ആ ഒരു ഇംബാലൻസ് വരുന്നു. പുറമേയുള്ള ത്വക്കിൻ്റെ ഭാഗങ്ങളിലേക്കായിട്ട് തടിപ്പ് പോലെ വരാം, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും സ്കിന്നിൻ്റെ ഔട്ടർ ലെയറിൽ ആ സ്കിൻ ലെയർ കൂടി അതൊരു തടിക്ക് പോലെ, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ മീനത്തിൻ ചെലമ്പിൽ പോലെ സ്കിന്നിലേക്ക് പടരുന്നതാണ് കോമൺലി ക്ലിനിക്കലി നമ്മൾ സോറിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സോറിയാസിസ് പോലെ പല കണ്ടീഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ സോറിയാസിസിനെ പോലെ പ്രസന്റ് ചെയ്യുന്ന പല കണ്ടീഷൻസ് ഉണ്ട്. എന്നാൽ എല്ലാം സോറിയാസിസ് ആണെന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ അത് എപ്പോഴും നമ്മളൊരു കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് ആധികാരികമായിട്ട് എപ്പോഴും കൺഫേം ചെയ്യാം. പിന്നെ എന്തുകൊണ്ട് സോറിയാസിസ് വരുന്നു, അതൊരു കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്. സോറിയാസിസ് വരാൻ കാരണം അത് ജനറ്റിക് ആയിട്ടും ചിലവർക്ക് പരമ്പരാഗതമായിട്ട് വരാം, അല്ലെങ്കിൽ വേറെ ഒന്ന് രണ്ട് കുറച്ച് വളരെ സ്റ്റഡി ആയിട്ട് പ്രൂവൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, സ്ട്രെസ് ഒത്തിരി കൂടുതലാണെങ്കിൽ അത് സോറിയാസിസ് ഇൻഡ്യൂസ് ചെയ്യാം. ആൽക്കഹോൾ, ക്രോണിക് ആൽക്കഹോൾ അല്ലെങ്കിൽ എക്സസീവ് ആൽക്കഹോളിക്സ്, അതും സോറിയാസിസ് ട്രിഗർ ചെയ്യാം. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് വ്യക്തികൾ സോറിയാസിസ് ട്രിഗർ ചെയ്യുന്ന കാരണങ്ങളാണ്. അപ്പോൾ ഒരു ഫാമിലിയിൽ ഒരു അച്ഛന് സോറിയാസിസ് ഉണ്ടെങ്കിൽ മക്കൾക്ക് ഉറപ്പായിട്ട് സോറിയാസിസ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. മക്കൾക്ക് വരാതെ ഇരിക്കാം, വരെയും ചെയ്യാം, അല്ലെങ്കിൽ മക്കളുടെ മക്കൾക്ക് വരാതെ ഇരിക്കാം. അതൊരു ഡെഫിനറ്റീവ് ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു കുടുംബത്തിലെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ സോറിയാസിസ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് മക്കളിലേക്ക് പകരും എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. അത് പകരാതിരിക്കാം. ജനറ്റിക്കലിയും സോറിയാസിസ് വരാൻ അതൊരു റീസണാണ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് സോറിയാസിസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ത്വക്കിൻ്റെ ഭാഗങ്ങളിൽ, സ്കിന്നിൻ്റെ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ ഫിഷിൻ്റെ ചെലമ്പില് പോലെ അത് തടിച്ചു വരാം. അപ്പോൾ സോറിയാസിസ് കോമൺ ആയിട്ടും എഫക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മുട്ടുകൾ, നമ്മുടെ കൈകുർത്തുകളിൽ, കാൽമുട്ടുകളിൽ, കാലിൻ്റെ ഷിൻ ഭാഗങ്ങളിൽ, പിന്നെ നഖങ്ങളിൽ, അത് നമ്മൾ പിറ്റി സോറിയാസിസ് എന്ന് പറയും. അതും കൂടെ അല്ലാതെ സ്കാൽപ് സോറിയാസിസ് പറയും. തലയിൽ ഒത്തിരി കട്ടിക്ക് വരുന്ന സോറിയാസിസിനെയാണ് നമ്മൾ സ്കാൽപ് സോറിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സോറിയാസിസ് വരുമ്പോൾ അത് എപ്പോഴും വലിയ രീതിക്ക് ഫ്ലോറിഡ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് എപ്പോഴും അങ്ങനെ വരണമെന്നില്ല. ചില സമയങ്ങളിൽ അത് സ്കാൽപ്പിൽ മാത്രമായിട്ട് പ്രതിഫലിക്കും, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ കയ്യിലും കാലുകളിലും പ്രതിഫലിക്കാം. എപ്പോഴും ആധികാരികമായിട്ട് ഒരു സ്കിൻ ഡോക്ടറിനെ, ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് അതിനെ സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ ക്രോണിക് ആയിട്ട് നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒത്തിരി വർഷമായിട്ട് സോറിയാസിസ് ഉള്ളവർക്ക് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാകും. അതായത് കൈയും കാലുകളിലും മുട്ടിലൊക്കെ വേദന വരുന്ന ഒരു സംഭവമാണ്. ഇനി അടുത്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് സോറിയാസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനെ വർസൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ എക്സാസർബേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് കൂട്ടുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഞാൻ മുമ്പ് പറഞ്ഞിരിക്കുന്ന പോലെ ക്രോണിക് ആയിട്ടുള്ള ആൽക്കഹോൾ എക്സസീവ് എമൗണ്ടിൽ കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് സോറിയാസിസിനെ വളരെയധികം ബാധിക്കും. ആ വ്യക്തിക്ക് സോറിയാസിസിന് എക്സ്റ്റെൻസീവ് ആയിട്ട് വരും. ഇനി ഒന്ന്, ചില ആൻറ്റി ഹൈപ്പർടെൻസീവ് മെഡിസിൻസ്, അതും സോറിയാസിസിന് ചില സമയങ്ങളിൽ
എക്സാസർബേറ്റ് ചെയ്യുക. പിന്നെ ഒന്ന് ഇപ്പം അതിന് മുമ്പ് പറയുന്ന പോലെ സ്ട്രെസ്, ഒത്തിരി മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ചില സമയങ്ങളിൽ സോറിയാസിസ് ഉണ്ടെങ്കിൽ ആ മാനസിക സമ്മർദ്ദം വരുമ്പോൾ അതും സോറിയാസിസിനെ നല്ല രീതിയിൽ അത് ബാധിക്കാം. അത് കൂടാനായിട്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് നമുക്ക് സോറിയാസിസിന് ചെയ്യാൻ പറ്റാവുന്ന ട്രീറ്റ്മെന്റ്? എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി? ഒന്ന്, എപ്പോഴും ഒരു കാര്യം സോറിയാസിസ് പേഷ്യന്റ് ഓർത്ത് വെക്കുന്നത്, എപ്പോഴും നിങ്ങളുടെ സ്കിന്നിനെ മോയ്സ്ചർ ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. അതായത് എപ്പോഴും നല്ലൊരു മോയ്സ്ചറൈസർ എപ്പോഴും റെഗുലറായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പം അതിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മരുന്നുകളല്ല. അതല്ലാതെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഫോട്ടോതെറാപ്പി. അതായത് അൾട്രാവയലറ്റ് റേഡിയേഷൻ ഉപയോഗിച്ച് ഈ സ്കിന്നിൻ്റെ തിക്നെസ്സിന്, അതായത് സോറിയാറ്റിക് പ്ലാക്കിൻ്റെ തിക്നെസ്സിനെ കുറയ്ക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഫോട്ടോതെറാപ്പി. ഇനി ഇതിലൊന്നും തന്നെ കുറയുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ ഹൈലറായിട്ട് പോകുന്ന മരുന്നാണ് ബയോളോജിക്കൽസ്. അപ്പോൾ ഈ ബയോളോജിക്കൽസ് അത് എല്ലാവർക്കും നമ്മൾ കൊടുക്കത്തില്ല. നമ്മൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മളത് ചികിത്സിക്കുക. അത് ഓരോ സ്റ്റെപ്പിലും എങ്ങനെയാണ് ഓരോ പേഷ്യൻറ്റും റെസ്പോണ്ട് ചെയ്യുന്നത് എന്നനുസരിച്ചാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നത്. എപ്പോഴും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് കൈക്കൊള്ളാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതിന് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എല്ലാവർക്കും വരുന്നത് സോറിയാസിസ് ഉള്ളപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കാം എന്നുള്ളതാണ്. സോറിയാസിസ് ഉള്ള സമയങ്ങളിൽ, സോറിയാസിസ് ഉള്ള ഒരു വ്യക്തിക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. പക്ഷെ ചിലവർക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇത് കൂടുതലാകുന്ന പോലെ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ചിലവർക്ക് റെഡ് മീറ്റ് കഴിക്കുമ്പോൾ ഇത് കൂടുതലാകുന്ന പോലെ അവർക്കുണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ല രീതിയിൽ തന്നെ ഒഴിവാക്കിക്കോളൂ. കഴിക്കണ്ടല്ല, നല്ല രീതിയിൽ ഒഴിവാക്കാം. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നിങ്ങളുടെ ഡയറ്റിൽ നല്ലവണ്ണം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. നല്ലവണ്ണം വെള്ളം വിൽക്കാനായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആൽക്കഹോളിന്റെ കൺസംഷൻ നല്ലവണ്ണം നല്ല രീതിയിലും കുറയ്ക്കാനായിട്ട് നോക്കുക. നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക. സ്ട്രെസ്സിനെ പരമാവധി കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സോറിയാസിസ് ഉള്ള വ്യക്തികൾ വേറെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനും എപ്പോഴും ഇത് മോണിറ്റർ ചെയ്യുന്നത് നല്ലതാണ്. റെഗുലറായിട്ട് വണ്ണം അധികം വെക്കാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കാരണം സോറിയാസിസും ഒത്തിരി ഒബീസിറ്റിയും തമ്മിലും അതിലും ഒരു കോറിലേഷൻസ് ഉണ്ട്. അതും ചില സമയങ്ങളിൽ ഒബീസിറ്റി അധികം ഉള്ളപ്പോൾ ചില സമയങ്ങളിൽ സോറിയാസിസിനെ അത് ഇൻക്രീസ് ചെയ്യുക. അപ്പം അതുകൊണ്ട് എപ്പോഴും റെഗുലറായിട്ട് ഒരു ഡയറ്റ് കീപ്പ് ചെയ്യുക, നല്ലവണ്ണം എക്സസൈസ് ചെയ്യുക. നിങ്ങളുടെ BMI അതിനേക്കാളും കൂടുതലാവാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ബ്ലഡ് പ്രഷർ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക. കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതിനും റെഗുലറായിട്ട് ചെക്ക് ചെയ്ത് അതും എപ്പോഴും അതൊരു ചെക്കിൽ എപ്പോഴും വെക്കുക. പിന്നെ ഒരു കാര്യം, എത്ര പേരുടെ ഡൗട്ട്സ് ഉള്ളത്, സോറിയാസിസ് ഉള്ള സമയങ്ങൾ വെയിൽ കൊള്ളുന്നത് നല്ലതാണോ എന്നുള്ളതാണ്. യെസ്, വെയിൽ കൊള്ളുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അതിനും ഒരു അളവുണ്ട്. ഉച്ചയ്ക്ക് പോയി നിന്ന് വെയിൽ കൊള്ളരുത്. കാരണം അത് നിങ്ങളുടെ സ്കിന്നിനെ ബേൺ ചെയ്യാം. അതുകൊണ്ട് രാവിലെ ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ ക്രോണിക്കായിട്ട്, അത് ഒത്തിരി വർഷമായിട്ട് ഈ സോറിയാസിസ് രോഗമുള്ളവർ എപ്പോഴും ഈ മുട്ടുവേദന അല്ലെങ്കിൽ കൈകാലുകളുടെ വീക്കം എന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അത് സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആയിരിക്കാം. അപ്പം അതിനനുസരിച്ച് അതിൻ്റെ ട്രീറ്റ്മെന്റ്സ് നിങ്ങളുടെ സ്കിൻ ഡോക്ടറിനെ കാണിക്കുക. അതിനനുസരിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല? എപ്പോഴും സോറിയാസിസ് ഉള്ള സമയങ്ങളിൽ ആ സോറിയാറ്റിക് ലീഷൻസ് അല്ലെങ്കിൽ ആ പ്ലാക്സിനെ ചൊറിഞ്ഞ് പൊട്ടിക്കാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കാരണം അത് ആ കണ്ടീഷനെ വർസൻ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ മുൻപ് പറഞ്ഞിരിക്കുന്ന പോലെ ഒരിക്കലും ട്രീറ്റ്മെന്റിനെ പെട്ടെന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യാതെ നോക്കാം. കാരണം ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ക്രോണിക് ഡിസീസാണ്. അതിന് കറക്റ്റായ ട്രീറ്റ്മെന്റ് ചില സമയങ്ങളിൽ നമ്മൾ കുറച്ച് മാസങ്ങളിലേക്കായിട്ട് ചെയ്യേണ്ടി വരും. എന്നാലും അത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഇമോഷണലിയും നിങ്ങളെ ഡൗൺ ചെയ്യാതെ, കാരണം ഇതെല്ലാം ഇതിൻ്റെ ഒരു അണ്ടർലൈൻ ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ട് ഇമോഷണലിയും ഞങ്ങൾ ഒത്തിരി ഡൗൺ ചെയ്യാതെ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലുമില്ല സോറിയാസിസ് രോഗമുള്ളവരെ
അവരെ കൊള്ളുന്നത് കൊണ്ടോ അവരെ ഹർക്ക് ചെയ്യുന്നത് കൊണ്ടോ ഒരിക്കലും ആ രോഗം ആർക്ക് പകരാനായിട്ട് പോകുന്നില്ല. സോറിയാസിസ് പേഷ്യന്റിന് അവരുടെ മെയിൻ ആയിട്ടുള്ള കൺസേൺസ് എന്താണ് അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പം അതുകൊണ്ട് സോറിയാസിസ് ഉള്ള പേഷ്യൻസ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവർ പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്, ഇതൊരു പകരുന്ന രോഗമല്ല. ജനറ്റിക് ആയിട്ട് വരുന്ന ഒരു രോഗമാണെങ്കിൽ പോലും ഒരു അച്ഛൻ ഉണ്ടെന്ന് കരുതി അത് അവരുടെ മക്കളിലേക്ക് അത് പകരണമെന്നോ അല്ലെങ്കിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യണമോ എന്നോ ഉള്ളതല്ല. ഇത് കംപ്ലീറ്റ് ആയിട്ടും ട്രീറ്റ്മെന്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റാവുന്ന രോഗമാണ്. ഒരിക്കലും ട്രീറ്റ്മെന്റ് ഇല്ലാത്ത രോഗമല്ല. വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ബയോളജിക്കൽസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ്സ് ഒക്കെ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു രോഗമാണ് സോറിയാസിസ്. പിന്നെ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും ഇതിന്റെ ചികിത്സേനെ അതിനെ ഡിസ്കണ്ടിന്യൂ ചെയ്യാതിരിക്കുക, പേഷ്യൻ്റായിട്ടിരിക്കുക. ട്രീറ്റ്മെന്റിനെ വളരെ അച്ചടക്കത്തോടു കൂടി നിങ്ങളുടെ ഡോക്ടർ പറയുന്ന പോലെ അതിന് ചികിത്സിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കഴിയാവുന്നതും ലീഫി വെജിറ്റബിൾസ് ഒക്കെ നിറയെ കഴിക്കാൻ നോക്കുക. ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ അത് എല്ലാം ക്വിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതെല്ലാം സോറിയാസിസിന്റെ ആ ഇൻഫ്ലമേറ്ററി കണ്ടീഷനെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതൊരു ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്. അപ്പൊ ഇതെല്ലാം ആൽക്കഹോൾ, ഈ സ്മോക്കിങ്, അതുപോലെ തന്നെ കൂടുതൽ സ്ട്രെസ്, ഇതെല്ലാം തന്നെ സോറിയാസിസിന് അതിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് അത് കാരണമാണ്. അപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നന്ദി.